സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയിട്ടും രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ അധാരിത തുടരാൻ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി ലഭിച്ച മൊത്തം തുകയുടെ 82% വിഹിതവും ഭരണകക്ഷിയായ BJPക്കാണ് ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ മാനിക്കാതെ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ് ഉറപ്പാക്കാൻ BJP നടത്തിയ പ്രത്യേക ശ്രമങ്ങളാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വോട്ടർമാർക്ക് പണത്തിന്റെ ഉറവിടം അറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്നതാണ് ഈ സംവിധാനം. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഇത് വരും ദിവസങ്ങളിൽ കടുത്ത നിയമ നടപടികൾക്ക് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ആകെ തുക ഏകദേശം 3811 കോടി രൂപയാണ്. ഇതിൽ 3112.50 കോടി രൂപയും BJP മാത്രമാണ് കൈപ്പറ്റിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രൽ ട്രസ്റ്റായ പ്രുഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് മാത്രം BJPക്ക് നൽകിയത് 2180.71 കോടി രൂപയാണ്. കൂടാതെ ടാറ്റ ഗ്രൂപ്പിന്റെ പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്ന് 757 കോടി രൂപയും BJPയുടെ അക്കൗണ്ടിലെത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ടുകൾ നിരോധിക്കപ്പെട്ടതോടെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പണമൊഴുക്കാൻ കോർപ്പറേറ്റുകൾ കണ്ടെത്തിയ സുരക്ഷിതമായ പഴുതാണ് ഈ ട്രസ്റ്റുകൾ. പണം നൽകുന്ന കമ്പനികളുടെ വിവരങ്ങൾ ഭാഗികമായി പുറത്തു വരുമെങ്കിലും ഏത് കമ്പനി ഏത് പാർട്ടിക്കാണ് കൃത്യമായി പണം നൽകിയതെന്ന് വോട്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള അധാര്യത ഇതിൽ നിലനിൽക്കുന്നുണ്ട്. കോടതി വിധിയിലൂടെ ഇലക്ട്രൽ ബോണ്ടുകൾ അസാധുവാക്കപ്പെട്ടപ്പോൾ രാജ്യം പ്രതീക്ഷിച്ച രാഷ്ട്രീയ സുതാര്യതയെ അട്ടിമറിക്കാനുള്ള സംഘടിതമായ നീക്കമാണിതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന വിവരാവകാശത്തെയും സുതാര്യതയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരമൊരു സംവിധാനം തുടരുന്നത് ജുഡീഷ്യറിയെ തന്നെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് സുതാര്യതയെ മറികടക്കാൻ ശ്രമിക്കുന്ന BJP നേതൃത്വത്തിനും അവർക്ക് പണം നൽകുന്ന കോർപ്പറേറ്റുകൾക്കും കോടതിയിൽ നിന്ന് കടുത്ത തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോടതി വിധി മറികടക്കാൻ നടത്തുന്ന ഇത്തരം കുറുക്കുവഴികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടാൽ അത് BJPക്കും സഖ്യകക്ഷികൾക്കും വലിയ രാഷ്ട്രീയ ആഘാതമായി മാറും. ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർമാർക്കുള്ള അധികാരം പണക്കൊഴുപ്പ് ഉപയോഗിച്ച് ഇല്ലാതാക്കാനാണ് ഇത്തരം നീക്കങ്ങൾ വഴി ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന പണത്തിന്റെ ഉറവിടം രഹസ്യമാക്കി വെക്കുന്നത് അഴിമതിക്കും വഴിവിട്ട കോർപ്പറേറ്റ് പ്രീണനങ്ങൾക്കും കാരണമാകും. ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഇലക്ട്രൽ ട്രസ്റ്റുകൾക്കെതിരെയും പൊതുതാൽപര്യ ഹർജികൾ ഉയരാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതിയെ ധിക്കരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പണമിടപാടുകൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നിശബ്ദമായി കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ ഇലക്ട്രൽ ട്രസ്റ്റുകളുടെ പ്രവർത്തനങ്ങളിലും കോടതിയുടെ കർശനമായ ഇടപെടൽ ഉണ്ടായേക്കാം. ചുരുക്കത്തിൽ ഇലക്ട്രൽ ബോണ്ട് നിരോധനത്തെ മറികടക്കാൻ കണ്ടെത്തിയ ഈ പുതിയ വഴി ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ അധാരിത തുടരുന്നത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്തിന് ഗുണകരമല്ല. ഈ സാഹചര്യത്തിൽ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയുള്ള പണമിടപാടുകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങളുടെയും നിയമത്തിന്റെയും മുന്നിൽ വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അധാര്യമായ ഫണ്ടിംഗ് രീതികൾക്കെതിരെയുള്ള രണ്ടാം ഘട്ട നിയമയുദ്ധത്തിന് ഈ വെളിപ്പെടുത്തലുകൾ കാരണമായേക്കാം.